ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ പറയാനുള്ളത് ജാസ്മിൻ ഗബ്രി ഇവരുടെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഈ ബിഗ് ബോസിൻ്റെ ബിയുടെ തുടക്കത്തിൽ ഇവർ ഈ കെട്ടിപ്പിടുത്തവും ഉമ്മോക്കലും കടിയും നക്കലും ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നത് ഗബ്രിക്ക് ശരിക്കും ജാസ്മിനോട് ഇഷ്ടമുണ്ട്, ജാസ്മിന് ഗബ്രിയോട് ഇഷ്ടമുണ്ട്. പിന്നെ അവരുടെ മതത്തിൻ്റെ വല്ല പ്രശ്നം, അതും മതത്തിൻ്റെ കൂടുതലും ജാസ്മിനായിരിക്കും പ്രശ്നം. പിന്നെ ജാസ്മിൻ കമ്മിറ്റഡ് ആണ്, അതിൻ്റെ പ്രശ്നം. അങ്ങനെ ജാസ്മിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരിക്കലും ഇവർക്ക് വിവാഹത്തിലേക്ക് എത്താൻ മേലാത്ത തടസ്സങ്ങൾ കിടക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്ന് ലൈവിലിരുന്ന് നമ്മൾ കാണുന്ന പട്ടി മോങ്ങുന്നവരെ മോങ്ങുന്ന ജാസ്മിനെയാണ്. കരയുന്നതിന് കുറച്ച് മുന്നേ പറഞ്ഞിരുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഈ ബന്ധത്തിനൊരു ക്ലാരിറ്റി വേണം, പിന്നെ ഇതിനൊരു മറുപടി വേണം, ഇത് ഇന്നുകൊണ്ട് മറുപടി വേണം. ജാസ്മിൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, ഇഷ്ടമാണെന്ന് ഗബ്രി പറയണം. ഗബ്രി പറഞ്ഞതിന് ശേഷം അത് വിവാഹത്തിലേക്ക് എത്തിക്കണം. ഇല്ല എങ്കിൽ എന്താണ് ഗബ്രി ചോദിക്കെടുത്ത്, ഇല്ല എങ്കിൽ ഇനി തൊട്ടിയും പിടുത്തമൊന്നും വേണ്ട. പിടിക്കുന്ന കാര്യത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കാര്യത്തിൽ എനിക്ക് കുഴപ്പമില്ല, കണ്ടു നിൽക്കുന്നവരാ അത് പ്രശ്നമാക്കുന്നത്. പിന്നെ അതൊന്നുമല്ല എൻ്റെ പ്രശ്നം, നിൻ്റെ കണ്ണുകളിൽ പ്രണയമുണ്ട്, ആ പ്രണയം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം കല്യാണത്തിലേക്ക് പോകുന്നില്ല, ഇനി അത് വേണ്ടെന്നുള്ള രീതിക്കാണ് ആദ്യം ഇത് ചർച്ച പോകുന്നത്. അപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ റസ്മിൻ ബായി ഇല്ല, ഇവർ രണ്ടുപേരുടെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഗബ്രി ചോദിക്കുന്നുണ്ട്, പ്രണയിക്കുന്നവരെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ആ ചോദ്യത്തിനൊക്കെ മറുപടി പറയേണ്ടതെന്നറിയില്ല. അത് കഴിഞ്ഞാണ് പിന്നെ റസ്മിൻ ബായിയെ കൊണ്ടുവരുന്നത്. റസ്മിൻ ബായി വന്ന് നടുക്കിരിക്കുമ്പോഴത്തേന് റസ്മിൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് ജാസ്മിന് 100% സപ്പോർട്ട് കൊടുത്ത് ഗബ്രിക്ക് ഒഴിഞ്ഞു മാറാതിരിക്കണം. അതായത് ഈ ഒരു കാര്യത്തിൽ നിന്ന് ഗബ്രി ഒഴിഞ്ഞു മാറാതിരിക്കാൻ വേണ്ടി റസ്മിൻ ഒരു ബുദ്ധിപൂർവമായ കളി കളിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അതിൻ്റെ മറുപടി പറ എന്ന് പറഞ്ഞിട്ട് റസ്മിൻ പറയാണ്, നിനക്ക് വയ്യാണ്ടായപ്പോൾ, അതായത് ജാസ്മിന് കഴിഞ്ഞ ദിവസം ഫീവറായിട്ട് പനിയായിട്ട് വയ്യാണ്ടായപ്പോൾ ഗബ്രി ഇവിടെ ആക്റ്റീവായിട്ട് കളിച്ചല്ലോ, പക്ഷേ ഗബ്രിക്ക് വയ്യാണ്ടായ നിന്നെ കൊണ്ട് അത് പറ്റുമോ എന്ന് ജാസ്മിനോട് ചോദിക്കുന്നു. അപ്പോൾ ഗബ്രി എടുത്തിയാടി പറയുന്നു, അവളെ കൊണ്ട് അത് പറ്റും, ഞാൻ ഔട്ടായാൽ തന്നെ പോലും നല്ലപോലെ അവൾ ഗെയിം കളിച്ചു പോകും എന്ന് ഗബ്രിയാണ് മറുപടി പറയുന്നത്. അപ്പോൾ തെറ്റി നിനക്ക് അവിടെ തെറ്റി എന്ന് റസ്മിൻ ഗബ്രിയോട് പറയാണ്. അതായത് ഇതിന് മുന്നേ ഇവർക്ക് രണ്ടുപേർക്കും വയ്യാണ്ടായി കിടന്ന സമയത്ത് ജാസ്മിന് സുഖമില്ലാതെ കിടക്കുമ്പോൾ ജാസ്മിൻ മുഴുവൻ നേരം റസ്മിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, ഗബ്രി വെള്ളം കുടിച്ചോ, ഗബ്രി ഫുഡ് കഴിച്ചോ, അങ്ങനെ ഗബ്രി എന്തിയേ ഇങ്ങനെ ചോദിച്ചു എനിക്ക് ദേഷ്യം വന്നിരുന്നു എന്ന് റസ്മിൻ പറയാം. ഇത്രയും കഷ്ടപ്പെട്ട് റസ്മിൻ എന്തിനാണെന്നറിയാമോ ഇത് ഗബ്രിയോട് പറഞ്ഞു കൊടുത്തേ? ജാസ്മിൻ ചോദിക്കാൻ വരുന്ന ചോദ്യത്തിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞാണിത്. ഈ ആമുഖം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയരുത്, ജാസ്മിൻ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നിന്ന് തള്ളിക്കളയരുത്, നോ പറയരുത്, യേസ് പറയണം. എന്ന് വെച്ചാൽ ജാസ്മിൻ അത്രമേൽ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ജാസ്മിനും ഗബ്രിയെ ഇഷ്ടമാണെന്ന് തെളിയിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവൻ പാനിക് അറ്റാക്ക് പോലെ ചെയ്യുന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ മിണ്ടിയില്ല, എനിക്ക് ഒരടി മുന്നോട്ട് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അപ്പം ഞാൻ വേറൊരാളായി മാറും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ആ മൈക്കിടറിയെന്ന് ജിൻഡോ പറഞ്ഞതിൻ്റെ പുറത്ത് അത്രയും അവിടെ കിടന്ന് അട്ടഹസിച്ചു, എല്ലാവരെയും പ്രാന്തി പോലെ അലറി എന്തെല്ലാം കോപ്രായ കാണിച്ചത്. അത് ഗബ്രി മിണ്ടായിരുന്നോണ്ടാണ് മുന്നോട്ട് പോകാനേ പറ്റത്തില്ലെന്ന്. അതാണ് അവസ്ഥ. ഇതെല്ലാം പറഞ്ഞിട്ടും ഇങ്ങനെ എല്ലാം വളച്ച് ചുറ്റി പറഞ്ഞ് ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഒത്തിരിയും കാര്യം മറ്റുള്ളവരവിടെ കളിക്കുമായിരുന്നു, ഗെയിമായിരുന്നു, ഒളിച്ചിരിപ്പും കളി, ഹൈഡ് ആൻഡ് സീക്ക് പോലെ ഒളിച്ചിരിപ്പായിരുന്നു. അതെല്ലാം അവർ ഭയങ്കര സന്തോഷമായിട്ട് അപ്പുറത്ത് ഗെയിം കളിക്കുമ്പോൾ ഇവർ 3 പേരുടെ വളരെ ഗൗരവമായ ഒരു ചർച്ച ഇപ്പുറത്തൊരു ശോഭയിലിരുന്ന് നടത്തുകയാണ്. അതിൻ്റെ അവസാനം ഉത്തരം കിട്ടി ജാസ്മിന്. കൂടുതലൊന്നും പറയണ്ട, നോ. അതായത് ഒരിക്കലും ഇവളുമായിട്ടൊരു റിലേഷൻഷിപ്പിനോ ഇവളെ വിവാഹം കഴിക്കാനോ എനിക്ക് പറ്റത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ ഓർത്തിരുന്ന ഗബ്രിയുടെ വീട്ടിലെ അവസ്ഥ സിനിമാ നടനൊക്കെ ആകുമ്പോഴത്തേന് കുറച്ചുകൂടി ഒരു ഫ്രീ ആയിട്ട് ചിന്തിക്കും, അല്ലെ അതുപോലെ ഒരു സ്വന്തം കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള ഒരു ഫ്രീഡം ഗബ്രിക്ക് കാണും. ജാസ്മിൻ്റെ ഭാഗത്തേ ഉള്ളൂ ഇച്ചിരി കൂടെ ഒരു മതത്തിൻ്റെ കെട്ടുപാടുകളൊക്കെ ഉണ്ടാവുക. പിന്നെ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു, അതൊരു പ്രശ്നം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. ഗബ്രിയുടെ ഭാഗത്ത് വളരെ ഫ്രീ ആയിട്ട് കിടക്കുക എന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ കാര്യത്തോടെടുത്തപ്പോൾ എന്താണെന്ന് പറയുക, ഇന്നത്തെ ഒരവസ്ഥ ഗബ്രി ഒന്ന് കല്യാണം കഴിക്കാനോ ഗബ്രി ഒന്ന് പ്രണയിക്കാനോ വേണ്ടി ജാസ്മിൻ അവിടെ ഇരുന്ന് മോങ്ങുക ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഉത്തരം കിട്ടി, എനിക്ക് കിട്ടാനുള്ള ഉത്തരം കിട്ടി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോടെ ഇറങ്ങും. ഇപ്പുറത്ത് റസ്മിനും ജാസ്മിനോട് അവിടെ നിന്ന് മാറും. ഇപ്പുറത്ത് പിന്നെ അവരുടെ മുറി പോയിരുന്നിട്ട് കിട്ടിയില്ല കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കെട്ടിപ്പിടിച്ച് കുറെ കഴിഞ്ഞ് കരച്ചിലും വീഴ്ചിലും എല്ലാം ആകുന്നുണ്ട്. ഇനിയിപ്പോൾ റസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റസ്മിനായിട്ട് അവിടെ ഒരു ഗെയിമും ഇല്ല, അവിടെ എന്തിനു നിർത്തിയിരിക്കുന്നത് നമുക്കറിയില്ല. ഒരു തോഴി പോലെ വെറുതെ ഇവരുടെ ഇടയിൽ നിൽക്കുകയാണ്. അപ്സര കയറി ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ എന്തിൻ്റെ സുഖേടാന്നുള്ള രീതിയിൽ തന്നെ അപ്സര ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ഇതിൻ്റെ ഇടയ്ക്ക് പോയി പെട്ടിരിക്കുന്നത്, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കേണ്ട കാര്യം എന്താണ്? അവരൊക്കെ ഗെയിം കളിക്കാൻ വന്നു. റസ്മിനെ നമ്മൾ ഇവിടുന്ന് കോമണറായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഒരു കോമണർ അവിടെ പോയി വാഴ പോലെ തിരിച്ചു പോന്നു, വേറൊരു കോമണർ ഇപ്പോൾ ഇടയ്ക്ക് നിന്ന് ബോക്കറുകളിയാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്കർ കളിയായി. എങ്ങനെയായാലും ജാസ്മിനെ ഗബ്രി ഒന്ന് കല്യാണം കഴിക്കണം. അതിന് വേണ്ടി അവിടെ ഗെയിം ഷോ ആണോ, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം ആണോ, ഇത് ബിബിയുടെ ഷോ ആണോ, ഇതെല്ലാം മറന്നിട്ട് റസ്മിൻ ഇവരുടെ നടുക്ക് നിന്ന് ഇപ്പോൾ ഒരു ബോക്കർ കളി കളിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും കാണാൻ വയ്യാത്ത അവസ്ഥ. ഇവർ പ്രേമിക്കോ എടുക്കോ എന്തേലും ചെയ്യട്ടെ, ഈ റസ്മിൻ്റെ റോൾ എന്താ? സ്വയം മറന്ന് ഇങ്ങനെ ആൾക്കാർ വരും. ഒരു കോമണർ, ഒരു ടീച്ചർ, അവർ പിള്ളേർക്ക് മാതൃകയാകുന്നവർ, അവർ പഠിപ്പിക്കുന്ന പിള്ളേർ എത്ര കാണുന്നുണ്ട് ഈ ഷോയ്? ഇതെല്ലാവരും കാണുന്നില്ല. ഇവരവിടെ പോയി എന്ത് സംഭാവനയാണ് ചെയ്യുന്നത്? മുഴുവൻ നേരം അവിടെ ഉള്ള ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോഴും എടുക്കുമ്പോഴും ഇവരുടെ ബോക്കറായിട്ട് പോയി നിന്ന് വേറെ വല്ല പേരാണ് ഇടുന്നത്, ബോക്കർന്ന് പോലും ഇടരുത്. എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് റസ്മിൻ? ഇവർ ടീച്ചറാണ്, ഇവർ വെളിയിൽ ഇറങ്ങിയിട്ട് ഇത് കാണണം. ഇവർ ആ ബി ഷോയിൽ പോയിട്ട് സംഭാവന, ടീച്ചറിൻ്റെ വക സംഭാവന, നല്ല നല്ല മെസ്സേജുകൾ, സമൂഹത്തിൽ ഒരു അധ്യാപകി എടുത്തിട്ട് തന്ന മെസ്സേജുകൾ, എന്താണ് റസ്മിൻ തന്ന മെസ്സേജ്, അത് നമ്മൾ പ്രത്യേകം വാച്ച് ചെയ്യണം. ഒരാൾക്ക് പ്രണയിക്കാനേ ഇഷ്ടമുള്ളൂ, കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. ഗബ്രിക്ക് കയ്യെ പിടിക്കണം, ഉമ്മ വെക്കണം, കെട്ടിപ്പിടിക്കണം, ഇതിനെല്ലാം ഗബ്രിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. ഇപ്പുറത്തെ സൈഡിൽ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ജാസ്മിൻ പറയുന്നു ഇനിയും കെട്ടിപ്പിടിക്കുക, എല്ലാം ചെയ്യും, പക്ഷേ കെട്ടുകയെന്ന് പറഞ്ഞ ആളെയാന്ന് ഓർക്കണം. കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ ആളെ ഇതെല്ലാം ഇനിയും ചെയ്യുന്ന, അവനില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് മോങ്ങുന്നു. ഈ രണ്ട് വൃത്തികെട്ട ജന്മങ്ങളുടെ നടുക്ക് നിന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു അതിലും വലിയ വൃത്തികെട്ട ജീവിയായിട്ട് റസ്മിനും. അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവരൊന്ന് കാണേണ്ടതാണ്. കാരണം ഒന്നുമല്ല, യൂട്യൂബേഴ്സ് ചെയ്ത വീഡിയോ എങ്കിലും അവർ കാണണം. അവരെന്ത് സംഭാവന ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ചെയ്തത്? ഇവിടെ കിടന്ന് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് ആദ്യം ആ പ്രൊഫൈൽ കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കേട്ടെ, റൈഡിങ്, തേങ്ങ, മാങ്ങ എല്ലാം കേട്ടു. എന്നിട്ട് ഇപ്പോൾ അവരവിടെ ചെന്നിട്ട് എന്ത് മെസ്സേജ്? ഒന്നുമല്ല, വാ തുറന്നാൽ ജിൻഡോയുടെ മെക്കിട്ട് കയറി ജിൻഡോയുമായിട്ട് വഴക്കും. അല്ലാതെ അവർ വാ തുറന്നാൽ മുഴുവൻ സമയം ഇവരുടെ രണ്ടുപേരുടെയും കിടന്ന് അടുക്ക് എങ്ങനെയും ജാസ്മിനെ ഒന്ന് ഗബ്രി കെട്ടിയാൽ മതി എന്നുള്ള ധാരണയിൽ ഇങ്ങനെ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? വെറും ചീപ്പെന്ന് പറഞ്ഞാൽ വെറും ചീപ്പ്. ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും പറയാമല്ലോ റസ്മിനെ. അതേപോലെ അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, ജാസ്മിൻ എങ്ങനെയും ഈ ഗബ്രിയുടെ മുന്നിൽ തൊഴുതു പിടിച്ച് നിൽക്കുക. ഇതിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വീഡിയോയിൽ. എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഈ പെങ്കൊച്ച് എത്ര ഇത് നിന്നാ അവിടോട്ട് പോയിട്ട് ഈ അഫ്സൽ എന്ന് പറഞ്ഞൊരു പാവം പയ്യൻ, ആ പയ്യൻ്റെ വീട്ടിൽ സമ്മതിക്കുകയില്ലാഞ്ഞിട്ട് ഒരു വിധത്തിൽ കല്യാണം കഴിപ്പിച്ച് ഈ ബിബിയിലോട്ട് കൊണ്ടുവിടുന്നിടം വരെ ആ പുള്ളി ഉണ്ടായിരുന്നാണ് പറഞ്ഞ്. ഇതെല്ലാം സഹായിച്ച് ഇത്രയും അവസാന നിമിഷം വരെ ഫുൾ സപ്പോർട്ടോടെ നിന്നിട്ട് ആ നിന്ന മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ഗബ്രിയുടെ പുറകെ പോയി നാട്ടുകാരെ വെറുപ്പിച്ച്, വീട്ടുകാരെ വെറുപ്പിച്ച്, എല്ലാവർക്കും പേരുദോഷം കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ദേ ഇപ്പോൾ അവസാനം ഗബ്രി ഉപേക്ഷിക്കുക. എന്നിട്ട് ആ ഉപേക്ഷിച്ച ഗബ്രിയെ പിന്നെയും താങ്ങി നടക്കുന്ന ജാസ്മിനെ എന്താ പറയേണ്ടെന്ന് സത്യമായിട്ടും അറിയത്തില്ല കേട്ടോ. ഈ ഷോയിലൂടെ ജാസ്മിൻ നമുക്ക് കാണിച്ചു തരുന്നത് ജാസ്മിൻ്റെ വ്യക്തിത്വം, നമ്മൾ എങ്ങനെയാണ് ജാസ്മിനെ മനസ്സിലാക്കേണ്ടതെന്ന് ഒന്നും പറയാനില്ലെന്ന് പറയാം. ഈ ഒരു അവസാന സ്റ്റേജ് എത്തി ഗബ്രി വേണ്ടെന്ന് വെച്ചാൽ എന്നാൽ പോടാ പുല്ലേന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത ഗെയിമിന് പോകണ്ടേ. ഇത് അതുമല്ല, പട്ടി മോങ്ങുന്ന പോലെ മോങ്ങുമായിരുന്നു, മുഴുവൻ നേരം മോങ്ങിക്കൊണ്ടിരിക്കുക. അതിന് പറ്റിയൊരു കൂട്ടുകാരി. ഏതാ അവസ്ഥ? ജാസ്മിൻ എന്തായി തീർന്നെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ. എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത അവസ്ഥ. കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്നൊക്കെ നമുക്ക് പറയാം. അങ്ങോട്ട് പോയപ്പോൾ അഫ്സലിനെ മറന്നിട്ട് ചെയ്തതാണ്. അനുഭവിക്കട്ടെ, ഇനിയിപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. അനുഭവിക്കട്ടെ. ഒരു പെങ്കൊച്ചിൻ്റെ അധപ്പതനാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അധപ്പതനാണ്. അനുഭവിക്കട്ടെ. സ്വയം ചെയ്തതിൻ്റെ ആയതുകൊണ്ട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. അത് മറ്റാരും അനുഭവിക്കാനില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.